ഹായ്, ഞാൻ ഷീല. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്കൊരു നോർമൽ പാൻറ് എങ്ങനെ ഒരു വ്യക്തിയുടെ, അതായത് ഒരാളുടെ അളവെടുത്തിട്ട് ഏറ്റവും എളുപ്പം എങ്ങനെ അളവെടുത്ത് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 3 അളവേ ഉള്ളൂ. ഞാൻ എൻ്റെ അളവെടുക്കുന്ന രീതി നിങ്ങൾക്ക് പറഞ്ഞുതരാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ അളവെടുത്തിട്ട് അതിൻ്റെ വ്യത്യാസങ്ങൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാക്കി ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ. ആദ്യം എടുക്കേണ്ടത് നമുക്ക് ഇറക്കമാണ്. ഇപ്പോൾ ടേപ്പ് എടുത്തിട്ട് ഇഞ്ച് ഭാഗം, നമ്മുടെ ഒരു സൈഡ് ടേപ്പിൻ്റെ ഒരു സൈഡിൽ ഇഞ്ച് ഭാഗമാണ്. അപ്പോൾ ടേപ്പ് എടുത്തിട്ട് ഇഞ്ച് ഭാഗം നമുക്ക് വെച്ച് വേണം അളവെടുക്കാനായിട്ട്. ആദ്യം നമുക്ക് വേണ്ടുന്നത് ഇറക്കം. ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ട് തറയിൽ മുട്ടി നിൽക്കുന്ന നമ്മുടെ കാലിൻ്റെ ഏറ്റവും അടിഭാഗത്ത് തറയിൽ ഇങ്ങനെ മുട്ടി നിൽക്കണം. ടേപ്പ് തറയിൽ മുട്ടുന്ന രീതിയിൽ ആക്കിയിട്ട് ആ ആദ്യത്തെ 1 എന്നുള്ള നമ്പർ തറയിൽ മുട്ടണം. എന്നിട്ട് നമുക്ക് വേണ്ടുന്ന ഇറക്കം നമുക്ക് തന്നെ എടുക്കാം. നമ്മുടെ ഇറക്കം നമ്മൾ പിന്നെ പാൻറ് ഉടുക്കുന്ന ഈ ഭാഗത്ത്, ഇവിടെ പുട്ടുന്ന ഈ ഭാഗത്ത് വെച്ചാൽ ഉടുക്കുന്നത് അവിടം വരെയുള്ള ഇറക്കം എടുക്കുക. എവിടെ ഉടുക്കുന്നതെന്ന് വെച്ചിട്ട് അവിടം വരെയുള്ള ഇറക്കം എടുക്കുക. എനിക്ക് വേണ്ടത്, ഞാൻ എൻ്റെ ടേപ്പ് തറയിൽ മുട്ടി. അപ്പം വേണ്ടത് 39. എനിക്ക് വേണ്ടുന്ന ഇറക്കം 39 നമുക്ക് ഇറക്കം എടുത്തിട്ട് അപ്പം എഴുതി വെക്കുക. ലെന്ത് 39. അതുപോലെ തന്നെ നമ്മൾ ഉടുക്കുന്ന ഭാഗത്ത് വണ്ണോട് എടുക്കണം. വണ്ണം നോക്കുമ്പോൾ ടേപ്പ് ഇങ്ങനെ ഉണ്ടോ, ഇതേപോലെ വെച്ചതിന് ശേഷം ഈ നമ്പർ പുറത്ത്, വലിയ സംഖ്യ 1 എന്നുള്ള നമ്പർ പുറത്ത് നിൽക്കണം. അപ്പോൾ അത് ഈ രീതിയിൽ എടുക്കണം. എനിക്ക് വേണ്ടുന്ന ആ വണ്ണം 40. ഓക്കെ, മനസ്സിലായല്ലോ. പിന്നെ അടിലൂസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൻ്റെ അടിഭാഗത്ത് നമ്മൾ പാൻറ് കയറ്റിയിടത്തില്ലേ, അവിടുത്തെ ലൂസാണ് അടിലൂസ് എന്ന് പറഞ്ഞത്. അവിടുത്തെ വണ്ണം കൂടെ എഴുതി വെക്കണം. അവിടെ 6, 7, 8. ചെറിയ കുട്ടികൾക്ക് 6, ഇത്തിരി കൂടെ വണ്ണമുള്ളവർക്ക് 7, അല്ലാതെ നല്ല വണ്ണമുള്ളവർക്ക് 8. ഇങ്ങനെയാണ് അടിലൂസ് എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം എന്തെടുത്തു, ടേപ്പ് തറയിൽ മുട്ടുന്ന രീതിയിൽ ഇറക്കം എടുത്ത്, തറയിൽ മുട്ടുന്ന രീതിയിൽ കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉടുക്കുന്ന ഭാഗത്തെ ഇറക്കം എടുത്തിട്ട് കണ്ടോ, ഇറക്കം എടുത്തിട്ട് അത് എഴുതി വെക്കുക. ലെന്ത് അല്ലെങ്കിൽ ഇറക്കം 39. എന്നിട്ട് ചെയ്തത് നമ്മൾ എന്ത് ചെയ്തു, ടേപ്പിനെ ആ ചെറിയ സംഖ്യ ഇതേപോലെ ആക്കിയിട്ട് നമ്മൾ പാൻറ് ഇടുന്ന ഭാഗത്ത് നമ്മൾ കയറ്റിയിടുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെയല്ലേ ഈ രീതിയിൽ നിൽക്കണം ടേപ്പ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കറങ്ങണം. ഇങ്ങനെ വലിച്ച് ടൈറ്റായിട്ടൊന്നും എടുക്കരുത്, ഈ രീതിയിൽ എടുക്കണം കേട്ടോ. എനിക്ക് വേണ്ടത് 40 എടുത്ത് കേട്ടോ. 40 എടുത്ത്. 39 മതി. ഞാൻ ഇച്ചിരി ടൈറ്റായിട്ട് എടുക്കുന്നില്ല. 40 എടുത്ത്. അപ്പം സീറ്റിൻ്റെ അവിടെ നമുക്ക് വന്നേക്കുന്ന എടുത്ത 40. അടിലൂസ് 6, 7, 8. അടിലൂസ് എന്ന് പറയുമ്പോൾ കാലിൻ്റെ നമ്മൾ പാൻറ് ഇടാൻ ഉപയോഗിക്കുന്ന ആ ഭാഗത്തെയാണ് അടിലൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് തുണിയിൽ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് ബോർഡിൽ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. അളവെടുത്തത് കണ്ടല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ഇറക്കം എഴുതണം. എടുത്തത് ഇറക്കം, അതായത് ലെന്ത്. കിട്ടിയ ലെന്ത്, എനിക്ക് കിട്ടിയത് ലെന്ത് എത്രയായിരുന്നു, 39. എനിക്ക് കിട്ടിയ ഇറക്കം 39. എൻ്റെ അളവിൽ നിന്ന് കിട്ടിയത് ഇറക്കമാണ് 39. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടണം. 4 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ എത്ര വന്നു, 39, 4, 43. ഓക്കെ, ലെന്ത് നമുക്ക് 39 കിട്ടി. അതിൻ്റെ കൂടെ 4 ഇഞ്ച് കൂടെ കൂട്ടിയപ്പോൾ 43. അപ്പോൾ ആ 43 ഇവിടെ എഴുതുക. പിന്നെ എന്താ ചെയ്തേ, സീറ്റിൻ്റെ അടുത്ത് വണ്ണം എടുത്ത് അല്ലേ. സീറ്റ് വണ്ണം വന്നത് 40. ഓക്കെ, 40 കിട്ടിയേ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇതെവിടെ ഇരിക്കട്ടെ, 40 കിട്ടി. സീറ്റ് വണ്ണം നമുക്ക് കിട്ടിയത് 40. പിന്നെന്താ കിട്ടിയേ, അടിലൂസ് വന്നത് 6, 7, 8. 6 എന്ന് പറയുമ്പം ചെറിയ കുട്ടി, പിന്നെ 7 ഇച്ചിരി കൂടെ വലിയ കുട്ടിക്ക് 7, 8. ഇങ്ങനെയാണ് അടിലൂസ് എടുക്കുന്നത് കേട്ടോ. 6, 7, 8. ഇനി നമ്മളിത് ഒരു പിക്ചർ വരയ്ക്കാം കേട്ടോ. അപ്പം ഞാൻ എൻ്റെ ഇറക്കം എടുത്തു. സ്കെയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇറക്കം
എത്രയായിരുന്നു? 32. നമ്മൾ ഇങ്ങനെ 32 ഉണ്ടെന്ന് വിചാരിക്കുക. പിന്നെ വന്നത് എന്താ? ഇറക്കത്തിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടി. 4 ഇഞ്ച് കൂട്ടുന്നത് എന്തിനാ? അടിയിൽ നമ്മുടെ കാലിൻ്റെ അടിയിൽ 2 ഇഞ്ച് മടക്കി തയ്ക്കത്തില്ലേ, അതിന് വേണ്ടിയാണ് ഈ 2 ഇഞ്ച് കൂടെ കൂട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ അടി ലൂസ്, ഇതാണ് അടി ലൂസ്. പിന്നെ 4 ലെന്ത് 39 നമ്മൾ മാർക്ക് ചെയ്തു. അടി 4 ഇഞ്ച് കൂടെ കൂട്ടി 2 ഇഞ്ച് കൂടെ അടി ലൂസ് അടിയിൽ മടക്കി തയ്ക്കാനായിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഈ 4 2 ഉണ്ടല്ലോ, അതെന്തിനാ? മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട്. മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. കണ്ടോ? മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ട് 2 ഇഞ്ച് മാർക്ക്. അത് മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. ഇപ്പോൾ 2 ഇഞ്ച് 39 ഇഞ്ച് ഇറക്കം എടുത്തു, 4 ഇഞ്ച് അതിൻ്റെ കൂടെ കൂട്ടിയത്, 2 ഇഞ്ച് ഇവിടെ മുകളിൽ എലാസ്റ്റിക് ഇടാനായിട്ടും 2 ഇഞ്ച് അടിയിൽ കാല് മടക്കി തയ്ക്കാനായിട്ടും. അത് മനസ്സിലായല്ലോ? ഇപ്പോൾ ഒരു തുണിയെ 4ആയിട്ട് മടക്കിയിട്ടേക്കുക. നമ്മൾ ഏത് കട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെ തുണിയെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്യുന്നത്. ആ രീതിയിലാണ് ഞാൻ പടം വരച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ലെന്ത് നമുക്ക് കിട്ടി. ഇനി എന്താണ്? സീറ്റ് വണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് 40. ഈ 40ൻ്റെ കൂടെ കറക്റ്റ് വണ്ണം അല്ലേ 40. 40ൻ്റെ കൂടെ എത്ര ലൂസ് കൂട്ടണം? 10 ഇഞ്ച് കൂട്ടണം കേട്ടോ. അതും 40ൻ്റെ കൂടെ 10 കൂട്ടുമ്പം എത്ര കിട്ടും? 50 കിട്ടും. 50നെ എത്ര കൊണ്ടായിരിക്കണം? 4 കൊണ്ടായിരിക്കണം. 50നെ 4 കൊണ്ട് 4ആയിട്ട് മടക്കുന്നുണ്ട്. 50നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര കിട്ടും? 12.5 അല്ലേ? 4 ഭാഗം 12.5. അപ്പം ഇവിടെ നമുക്ക് വേണ്ടത് നമ്മൾ ടേപ്പ് വെച്ചിട്ട് 12.5 മാർക്ക് ചെയ്യാം. നമുക്കിതിൽ കിട്ടത്തില്ല, ഞാനൊരു അളവെടുക്കും. ഇത് 12.5 ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പം നമുക്ക് ഇവിടെ തുണിയിൽ സീറ്റ് വണ്ണം നമുക്ക് 40 കിട്ടി, ലൂസ് 10 കൂട്ടി 50 കിട്ടി. 50നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 12.5 കിട്ടി. ആ 12.5 നമുക്ക് ഇവിടെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ക്രോച്ച് ലെന്ത് കാണണം. ക്രോച്ച് ലെന്ത് കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നമ്മുടെ കറക്റ്റ് ലെന്ത് എത്ര? 39. നമുക്ക് കറക്റ്റ് ലെന്ത് വന്നത് 39. 39ൻ്റെ കൂടെ 5 കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 44. 44 നമുക്ക് കിട്ടി. ഓക്കെ, 44നെ 3 കൊണ്ടായിരിക്കണം. 44നെ 3ൽ 1 ഭാഗം ഹരിക്കുക എന്ന് പറഞ്ഞാൽ 3ൽ 1 ഭാഗം എടുക്കണം. 4ൻ്റെ 39 നമുക്ക് ഇറക്കം കിട്ടിയതിൻ്റെ കൂടെ 5 കൂട്ടുമ്പം 44 കിട്ടി. 44ന് 3ൽ 1 ഭാഗം എടുക്കണം. എത്ര വരും? 14 14 ഒരു പോയിന്റ് കൂടെ വരും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായെങ്കിൽ ആയില്ലെങ്കിൽ 44 ടേപ്പിൻ്റെ 44 ഇങ്ങനെ വെച്ചിട്ട് അതിനെ 3ആയിട്ട് മടക്കണം. 3ൽ 1 ഭാഗം അല്ലേ? അപ്പം 3ആയിട്ട് മടക്കിയതിന് ശേഷം വേണ്ട 3ആയിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് അതിലൊരു ഭാഗം. ഇപ്പം 12 എനിക്ക് കിട്ടിയേക്കുന്നത് 14 വരും കേട്ടോ. അതുമല്ല, നിങ്ങളുടെ കാൽക്കുലേറ്റർ എടുത്തിട്ട് പെട്ടെന്ന് അത് അങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് 44 നമുക്ക് കിട്ടിയേക്കുന്നത്. 44ൻ്റെ 3ൽ 1 ഭാഗം എത്ര കിട്ടി? 14.5. 14 ഒരു പോയിന്റ് വരും കേട്ടോ. അപ്പം അതാണ് ക്രോച്ച് ലെന്ത്. ഇതേപോലെ തന്നെ ഇപ്പം ഓരോന്നിൻ്റെയും 4ൽ 1 ഭാഗം നോക്കുമ്പോൾ ഇപ്പം 50ൻ്റെ 4ൽ 1 ഭാഗം, 50ൻ്റെ 4ൽ 1 ഭാഗം എത്ര കിട്ടി? 12.5. ഇങ്ങനെയാണ് പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ കണക്കിൽ നോക്കി മനസ്സിലാക്കണം കേട്ടോ. ഇപ്പം
ടേപ്പിൽ ഇങ്ങനെ 4ആയിട്ട് പിടിക്കുക അല്ലെങ്കിൽ 3ആയിട്ട് പിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ മനസ്സിലായല്ലോ. ഈ ക്രോച്ച് ലെന്താണ് കണ്ടുപിടിച്ചേക്കുന്നത്. ലെന്തിൻ്റെ കൂടെ 5 കൂട്ടിയപ്പോൾ 44 കിട്ടി. ലെന്ത് 39, 5 44 കിട്ടി. 44നെ 3 കൊണ്ട് ഹരിച്ചപ്പം 14 കിട്ടി. നമുക്ക് 14 മാർക്ക്. ഇങ്ങനെ നമ്മുടെ സീറ്റ് വണ്ണം നമുക്ക് 12 കിട്ടിയില്ല. ആ വണ്ണത്തിൻ്റെ കൂടെ അവിടുന്ന് താഴോട്ട് 14 മാർക്ക് ചെയ്യുക. 14 1 പോയിന്റ്. അത് കഴിഞ്ഞിട്ട് ലൂസിന് വേണ്ടി 1 ഇഞ്ച് കൂടെ കൂട്ടണം. 14 ഒന്നും കൂടെ ആകുമ്പോൾ 15.5. അതാണ് ക്രോച്ച് ലെന്ത്. ഓക്കെ. അവിടുന്ന് ഒരു നല്ല വണ്ണമുള്ളവർക്ക് 2, 3, 4 ഇങ്ങനെ തുടങ്ങും. ചെറിയ കുട്ടികൾക്ക് 2, മീഡിയം വണ്ണമുള്ളവർക്ക് 3, നല്ല വണ്ണമുള്ളവർക്ക് 4. അപ്പം സീറ്റ് വണ്ണത്തിൻ്റെ അവിടുന്ന് താഴോട്ട് ക്രോച്ച് ലെന്ത് നമ്മൾ കണ്ടുപിടിച്ചു. എത്ര വന്നു? 14.5 വന്നിട്ട് 1 പോയിന്റ് കൂടെ ഇടും. അത് കഴിഞ്ഞിട്ട് 1 ഇഞ്ച് കൂടെ കൂട്ടി, 1 ഇഞ്ച് കൂടെ കൂട്ടി. അപ്പോൾ 15.5. അപ്പോൾ നമുക്കിവിടെ കിട്ടിയല്ലോ. ആ 15.5 ഇവിടെ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് വേണ്ടത് ഈ എൽ ഷേപ്പ് എടുത്തല്ലേ 3 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കാം. ഓക്കെ. അവിടെ നിന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മുടെ ക്രോച്ച് ലെന്ത് ഷേപ്പായി. അടി ലൂസ് എന്ന് പറയുന്നത് കാലിൻ്റെ മടക്കിയ ഭാഗത്താണ്. ഇവിടെ നമുക്ക് 6, 7, 8. 6 എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്. അപ്പോൾ 7 കൊടുക്കാം. 7 കൊടുത്തിട്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്യും. ഉണ്ടോ? ആ കാലിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടി. ഇവിടെ നമുക്ക് ചരിച്ചിങ്ങനെ എടുക്കണം. കണ്ടോ? ഇവിടെ നമുക്ക് ഇങ്ങനെ ചരിച്ചെടുക്കണം. എന്ന് വെച്ചാൽ ഇവിടെ 7 എടുത്താൽ ഇവിടെ 7 1 ഇഞ്ച് കൂടെ കൂട്ടിയെടുക്കണം. ഇതിങ്ങനെ മടങ്ങി വരുമ്പോൾ നമുക്കിവിടെ കറക്റ്റ് ആവും. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പം നമ്മുടെ കറക്റ്റ് വണ്ണാണ് ഇത്. കേട്ടോ? നമ്മൾ എടുത്ത അളവിൻ്റെ വരെയാണ് ഈ കാണിച്ചത്. എടുത്ത അളവിൻ്റെ മെഷർമെൻ്റാണ് ഈ അളന്നേക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ലെന്ത് കിട്ടിയേക്കുന്നത് 39. അതിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 43. 43 നമ്മൾ എടുക്കുക. 43 എടുത്തതിന് ശേഷം 2 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് ഇടാനും 2 ഇഞ്ച് താഴെ എലാസ്റ്റിക് ഇടാനും, കാല് മടക്കി വെക്കാനും, 2 ഇഞ്ച് അടിയിൽ കാല് മടക്കി വെക്കാനും. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വണ്ണം കിട്ടിയേക്കുന്നത് 40 15 ലൂസ് കൂട്ടിയപ്പം 50 കിട്ടി. 50നെ 4 കൊണ്ട് ഹരിച്ചപ്പം 12.5 കിട്ടി. ഓക്കെ. ആ 12.5 ഇത്. 12.5 എന്ന് പറയുമ്പോൾ 4-1 ഭാഗം. നമ്മൾ 12.5 കിട്ടി. അത് മനസ്സിലാക്കി. പിന്നെ കിട്ടുന്നത് ക്രോച്ച് ലെന്ത് നമ്മൾ കണ്ടുപിടിക്കണം. ക്രോച്ച് ലെന്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെ? കറക്റ്റ് ലെന്തിൻ്റെ കൂടെ 39 നമ്മുടെ കറക്റ്റ് ലെന്ത്, അതിൻ്റെ കൂടെ 5 ലൂസ് കൂട്ടണം. അപ്പം നമുക്ക് കിട്ടിയത് എത്ര? 44. 44നെ 3 കൊണ്ട് ഹരിക്കുമ്പം 14 1 പോയിന്റ് കിട്ടി. അതാണ് ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം കേട്ടോ ഈ ഇലാസ്റ്റിക് ഇടുന്നതിൻ്റെ. അത് മാറ്റിയിട്ട് വേണം താഴോട്ട് വെക്കണം. 14 1 പോയിന്റും വരും. 14 മതി കേട്ടോ. പിന്നെ 1 ഇഞ്ച് കൂടെ ലൂസ് കൂട്ടണം. നമുക്ക് ഒരു തൈർത്തും പോരുമല്ലോ. അപ്പോൾ 15.5 മാർക്ക് ചെയ്തു. പിന്നെ എന്ത് ചെയ്ത്? കാൽവണ്ണം എന്ന് പറയുന്നത് അടി ലൂസ്. നമുക്ക് എത്ര കിട്ടി? 7 ഇഞ്ച് മാർക്ക് ചെയ്ത്. അത് 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ 2 ഇഞ്ച് മാർക്ക് താഴത്തെ ലൈനിൽ 8 എടുക്കണം. അപ്പോൾ ഇങ്ങനൊരു ലൈൻ വരും. ആ 7-ന്ന് നമ്മുടെ ഈ ഷേപ്പിലോട്ട് പോകണം. ഇവിടെ നമുക്ക് എത്ര? 3 ഇത് ഈ ക്രോച്ച് ലെന്ത് കഴിഞ്ഞതിന് ശേഷം ഈ ലൂസ് 3 ഇഞ്ച് കൊടുത്ത് ആ 3-ലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുക്കുക. അത് ഇവിടെ ഈ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക്. ഇത്ര മനസ്സിലായല്ലോ? ഇനി നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുന്ന രീതി പഠിക്കാം. ഓക്കെ. തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തുണിയുടെ ചീത്ത വശത്ത് വേണം മാർക്ക് ചെയ്യാൻ. തുണിയുടെ ചീത്ത വശത്ത് മാർക്ക് ചെയ്യണം. കണ്ടോ? ഇത് നല്ല വശമാണ്. തുണിയുടെ ഈ മിനുസും കണ്ട ഈ കാര്യം എഴുതിയേക്കുന്ന കാണുന്നില്ലേ?
ഇതൊരു പാൻറ്റിൻ്റെ പീസാണ്. എഴുതിയേക്കുന്ന കാണില്ലേ, ഇതാണ് നല്ല വശം. ഈ ഉൾവശം ഇങ്ങനെ കാണുന്നതാണ് ഈ കര, തേരിൻ്റെ കട്ടി കൂടിയ ഭാഗമല്ലേ, ഇതാണ് ചീത്തവശം. ഇതാണ് തുണിയുടെ കരഭാഗം. ഇതാണ് നമ്മൾ ലെന്തായിട്ട് എടുക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തത് കണ്ടില്ലേ, കട്ട് ചെയ്ത് ഇതാണ് വീതി, അതായത് വണ്ണം. തുണിയുടെ വീതി ഇങ്ങനെ എടുക്കുന്നത്. നീളം എടുക്കുമ്പോൾ നമ്മുടെ ഇങ്ങനെ എടുക്കും. ആദ്യം നമ്മൾ ലെന്തിനെയാണ് എടുക്കുന്നത്, അതായത് ഇറക്കം. തുണിയുടെ രണ്ടറ്റവും കൂടെ കണ്ടോ ഇങ്ങനെ ആ നീളവശം ചേർത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കണം. കണ്ടോ, ഇങ്ങനെ മടക്കി ആ രണ്ട് കരങ്ങളൂടെ ചേർത്ത് ഇങ്ങനെ മടക്കിയതിന് ശേഷം ഇതിപ്പോൾ രണ്ടേ ആയോളൂ, രണ്ടായിട്ട് മടക്കിയില്ലേ. നമുക്ക് 4ൽ ഒരു ഭാഗമല്ലേ എടുക്കുന്നത്, അപ്പോൾ അതിനെ ഇങ്ങനെ 4ആയിട്ട് മടക്കി. കണ്ടോ, 4ൽ ഒരു ഭാഗം എടുക്കുന്നുണ്ട്, 4ആയിട്ട് മടക്കി. എന്നിട്ട് നല്ല രീതിയിൽ ചുളിവില്ലാതെ കറക്റ്റായിട്ട് ഇടണം. 4ആയിട്ട് മടക്കി. സമാധാനത്തിൽ ചെയ്യണം കേട്ടോ, അപ്പം അതൊക്കെ ചെയ്തിട്ട് തുണി ചുളിവില്ലാതെ കറക്റ്റായിട്ട് മടക്കിയിട്ട് അടിയിലും ആ മടക്ക് വന്നോ മടങ്ങിയിരിക്കുന്നുണ്ടോ എന്നെല്ലാം നോക്കണം. ഈ തേര് വശം രണ്ടും കറക്റ്റാക്കി 4ആയിട്ട് നമ്മൾ മടക്കിയിട്ടു കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ അങ്ങ് കണ്ടില്ലേ, ഇതാണ് ഇറക്കം, ഇറക്കം, ഇതാണ് വണ്ണം കേട്ടോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഈ നൂല് കിടക്കുന്നത് ഈ തുണി അങ്ങ് ലെവൽ ചെയ്യുക, കട്ട് ചെയ്ത് മാറ്റാം. തുണിയെ ഇതേപോലെ കറക്റ്റായിട്ട് മാറ്റിയതിന് ശേഷം ഇവിടെ നമുക്ക് കാലിൻ്റെ അടിഭാഗം, അടി ലൂസെന്ന് ഞാൻ പറഞ്ഞില്ലേ, 4ആയിട്ട് മടക്കിയിട്ടേക്കോ കേട്ടോ. 1 2 ഇത് 2 പീസുണ്ട്, മടക്ക് വന്ന ഭാഗം 4ആയിട്ട് വരും. ഈ മടക്ക് ഭാഗം നമ്മുടെ ഭാഗത്തോട്ടിരുന്നു, ഓപ്പൺ ഇല്ലാത്ത ഭാഗം, ഈ മടക്ക് ഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കണം. ഇതാണ് മടക്ക് ഓപ്പണായിട്ടുള്ള ഭാഗം അപ്പുറത്തെ സൈഡിൽ നിൽക്കണം. ഇവിടെ നിന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആ കാലിൻ്റെ അടി ഭാഗത്തോട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് കട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇവിടെ കാലിൻ്റെ അടിഭാഗം ഞാൻ പറഞ്ഞില്ലേ 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടെ ഇങ്ങനെ ലൈൻ ചെയ്യാം. ഇത്രയും മനസ്സിലായല്ലോ. താഴേന്ന് മുകളിലോട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ ഇറക്കം, നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത ഇറക്കം എടുക്കണം. എത്ര ഇറക്കം കിട്ടിയ 39 എനിക്ക് കിട്ടിയ ഇറക്കം. എൻ്റെ മെഷർമെൻറ്റ് 39 കണ്ടോ. ഇവിടെ ഈ 2 ഇഞ്ച് കഴിച്ചിട്ട് അവിടെ വെക്കുന്നത് കണ്ടോ. ഇത് നമുക്ക് വരത്തില്ല, അവിടെ മടക്കി തയ്ക്കാനായിട്ട് വരും. അപ്പം നമ്മുടെ കറക്റ്റ് ഇറക്കം 39. അപ്പോൾ 39 മാർക്ക് ചെയ്തതിന് ശേഷം ടേപ്പ് ഇങ്ങനെ അതേപോലെ തന്നെ നീക്കി വെച്ചിട്ട് 39 മാർക്ക് ചെയ്യണം. ഓക്കെ, അവിടെ നമുക്ക് ലൈൻ ഇടാം കണ്ടോ. ഇനി നമ്മൾ 2 ഇഞ്ച് മുകളിൽ എലാസ്റ്റിക് ഇടാൻ, ഞാൻ ആ പടത്തിൽ കാണിച്ചില്ലേ, മുകളിൽ എലാസ്റ്റിക് ഇടാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത്. അപ്പം കറക്റ്റ് ഇറക്കത്തിൻ്റെ കൂടെ ഞാൻ എത്ര കൂട്ടി, 39 നമുക്ക് ഇറക്കം കിട്ടി. മുകളിൽ എലാസ്റ്റിക് ഇടാൻ 2 ഇഞ്ച്, താഴത്തെ കാൽ മടക്കി തയ്ക്കാൻ 2 ഇഞ്ച്, അങ്ങനെ 4 ഇഞ്ച് കൂട്ടി. ഇത്രയും മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം സീറ്റ് വണ്ണം കാണണം. ഇറക്കത്തോടുകൂടി 4 ഇഞ്ച് കൂട്ടിയിട്ട് 2 ഇഞ്ച് മുകളിൽ 2 ഇഞ്ച് അടിയിൽ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ വേണ്ടേ,
സീറ്റ് വണ്ണം എത്രയായിരുന്നു? 40. നമ്മുടെ സീറ്റ് വണ്ണം 40. 40ൻ്റെ കൂടെ എത്ര ലൂസ് കൂട്ടി? 10 ഇഞ്ച്. 10 ഇഞ്ച് കൂട്ടിയിട്ട് അപ്പം നമുക്ക് എത്ര കിട്ടി? 50. 50ൻ്റെ 1/4. 50ൻ്റെ 1/4 എത്ര? 12.5. അപ്പം 12.5 കറക്റ്റ് 12.5 ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. കണ്ടോ? ആ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം. ആ 2 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ ചെയ്യത്തില്ല. ഉണ്ടോ? 2 ഇഞ്ച് മാറ്റി. ഇത് നമുക്ക് വേണ്ടത് എലാസ്റ്റിക് ഇടാനായിട്ട്. അതിനകത്ത് നമുക്ക് അളവിൽ വരത്തില്ല. അപ്പോൾ 2 ഇഞ്ച് കഴിഞ്ഞിട്ട് 12.5 മാർക്ക് ചെയ്ത്. ഇവിടെ നിന്നാണ് നമ്മൾ എന്താ കഴിയുന്നത്? ക്രോച്ച് ലെന്ത് എങ്ങനെ കാണുന്നത്? 12.5. നമ്മുടെ ഇറക്കം എത്ര? കറക്റ്റ് ഇറക്കം എത്ര? 39. 39ൻ്റെ കൂടെ 5 കൂട്ടണം. 39ൻ്റെ കൂടെ 5 കൂട്ടുമ്പോൾ കിട്ടിയ മെഷർമെൻ്റ് എത്ര? 40. 35 5 കൂട്ടിയപ്പോൾ 43 കിട്ടി. 43ൻ്റെ 1/3 ഭാഗം നമുക്ക് എത്ര കിട്ടി? 43നെ 3 കൊണ്ട് അരിച്ചപ്പോൾ 1/3 എത്ര കിട്ടി? 14.5 1 പോയിൻറ്റും. അപ്പോൾ 14.5 കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം 1 ഇഞ്ചും കൂടെ ലൂസ് കൂട്ടുക. കണ്ടോ? 15.5 മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 15.5 ഇവിടെ കിട്ടി. ഇങ്ങോട്ടും ആ 15 നമ്മളിവിടെ എടുത്ത 12.5 ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. തേപ്പ് കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ വണ്ണം തന്നെ സീറ്റ് വണ്ണം ഇല്ലേ ഇങ്ങോട്ടും ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അപ്പോൾ 12 ഇവിടുന്ന് 14 15.5. ഓക്കെ, 1 ഇഞ്ച് ലൂസ്. എന്നിട്ട് ഈ ലൈനും കൂടെ നമുക്ക് എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. ഇവിടെ നമുക്കിവിടെ എന്ത് വേണം? ലൂസ് കൂട്ടണം. ഇവിടെ നമ്മൾ എത്ര എടുത്ത്? 3 ഇഞ്ച്. ആ 3 ഇഞ്ച് കണ്ടോ? ഇങ്ങനെ കണ്ടോ? മനസ്സിലായല്ലോ? ആ കോർണറിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ആ എന്നുള്ള ഷേപ്പിൽ നിന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഇവിടെ നമ്മൾ 3 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് നമ്മൾ ടേപ്പ് വെച്ചിട്ട് 1 ഇഞ്ച് എന്ന് പറയുന്നത് കണ്ടല്ലേ? ഇവിടം വരെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഷേപ്പ് എടുക്കും. ഇത്രയും മനസ്സിലായല്ലോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അടി ലൂസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു? 7. എനിക്ക് 7 ഇഞ്ച്. 7 ഇഞ്ച് നമ്മൾ ഈ ലൈനിട്ടെടുത്ത് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ 8 അടിയിൽ 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. കണ്ടോ? എന്നിട്ട് 7ൽ നിന്ന് 8ലോട്ട് ഇങ്ങനെ ചരിക്കുക. ഓക്കെ, 7 ഇഞ്ച് കറക്റ്റ് നമ്മുടെ വണ്ണം. അടി ലൂസ് കാലിൻ്റെ ഭാഗം കേട്ടോ. ഇവിടെ നമുക്ക് മടങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവിടെ ഒരു 8 മാർക്ക് ചെയ്യുക. 7ൽ നിന്ന് 8ലോട്ട് ചരിച്ചെടുക്കുക. ഇനി നമ്മൾ ഇതേപോലെ സ്കെയിലുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി. ഉണ്ടോ? ഇതേപോലെ ഒരു സ്കെയിലുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങ് വെക്കുക. ആ കാലിൻ്റെ ആ ഷേപ്പ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ? അതേപോലെ നമുക്ക് മാർക്ക് ചെയ്ത്. ഇത് സ്കെയിലില്ലാത്തവർ ഈ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ എൻഡ് കണ്ടല്ലേ 3 ഇഞ്ച് എൻഡ് ഇതേപോലെ മാർക്ക് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ അങ്ങ് സ്കെയിലില്ലാത്തവർ ഇങ്ങനെ വെച്ച് വരക്കുക. സ്കെയിലുള്ളവർ കറക്റ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം കണ്ടോ? അപ്പോൾ നമുക്ക് ഒത്തിരി കൂടെ ഒരു ഷേപ്പ് കിട്ടും. കണ്ടോ? കണ്ടോ? ഇതേപോലെ കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? 1 ഇഞ്ച് തയ്യെത്തുമ്പോൾ 1 1.5 ഇടാം. കേട്ടോ? 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഇത്രയും മനസ്സിലായല്ലോ? ഇനി കട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ഇവിടുന്ന് ക്രോച്ച് ലെന്തിൽ നിന്ന് അടി ലൂസ് കാലിൻ്റെ വണ്ണത്തിലോട്ട് കൊണ്ടുവന്ന് മാർക്ക് ചെയ്തതിന് ശേഷം 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ടേപ്പ് വെക്കുമ്പോൾ കിട്ടിയ ലൈനാണിത്. സ്കെയിൽ വെച്ചപ്പം ആ ഷേപ്പിൽ തന്നെ കിട്ടി. കണ്ടോ? അത് 2 വര കാണുന്നത്. പിന്നെ നമ്മൾ 1 ഇഞ്ച് 1 1.5 ഇടാം തയ്യെത്തുമ്പോൾ. ഞാനിവിടെ 1 ഇട്ടിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ചരിച്ചെടുക്കുക. ഇനി നമ്മൾ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്കണ്ടല്ലേ ആ ലൈനിൽ നിന്ന് ടേപ്പ് പിടിക്കുമ്പോൾ കണ്ട ചെറിയ വിരലിൽ തള്ള വിരൽ ചെറിയ ഹോളിലും ബാക്കി വിരൽ വലിയ ഹോളിൽ വിടണം.
ചെറുത് വലുത് ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ടേപ്പ് ഇങ്ങനെ കത്രിക ഇങ്ങനെ ഓപ്പൺ ചെയ്യണം കേട്ടോ. കത്രിക പിടിക്കുമ്പോൾ കത്രികയുടെ കാര്യം പറഞ്ഞ കേട്ടോ. കത്രികയുടെ ചെറിയ ഹോളിൽ തള്ളവിരൽ ഇങ്ങനെ ഇടുക, വലിയ ഹോളിൽ നമ്മുടെ ബാക്കി 4 വിരലും ഇടുക. തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. ഓക്കെ. എന്നിട്ട് തുണിയുടെ അടിഭാഗത്തോട്ട് കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അമർത്തി ഇങ്ങനെ ഓപ്പൺ ചെയ്ത് പതുക്കെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോകണം. നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കൈയും മുകളിലോട്ട് പോകണം. കണ്ടില്ലേ? എത്ര അറിയാൻ വയ്യാത്തവരും ഈ വീഡിയോ റിപ്പീറ്റ് കണ്ട് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു ക്ലാസ്സാണ്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. ഓക്കെ. ഇത് മാറ്റിയാ നമ്മളിവിടെ കട്ട് ചെയ്ത് എന്തിനാ ഈ 1 ഇഞ്ച് ഇങ്ങനെ മടക്കി വരുമ്പോൾ നമുക്കിവിടെ ലെവലായിരിക്കും. പക്ഷേ ഈ 7 ഇഞ്ച് പോലെ നമ്മളിവിടെ നേരെ എടുത്താൽ നമുക്കിവിടം വരെ ഈ മടക്കിൻ്റെ അവിടെ നമുക്കിങ്ങനെ എത്തത്തില്ല. അതുകൊണ്ടാണ് ഈ 2 ഇഞ്ച് നമ്മളിങ്ങനെ ഇവിടെ ഒരു കട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടം വരെ മടക്കാനാണെന്ന് തയ്ക്കുന്ന സമയത്ത് മനസ്സിലാക്കും. കണ്ടോ? ഇതിനെ നമുക്ക് ഈ രീതിയിൽ മടക്കി വെക്കും. തയ്ക്കുമ്പോൾ നമ്മൾ ഈ രീതിയിൽ മടക്കി വെച്ച് ആ മടക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വരും. ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി വെക്കുമ്പോൾ ഈ ലെവലിൽ നമുക്ക് തുണി കുറവ് വരത്തില്ല. ഈ 1 ഇഞ്ച് ഈ ഷേപ്പ് കിട്ടണം. മസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിവിടെ നമ്മൾ ഷേപ്പ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം കേട്ടോ? ഈ ക്രോച്ച് ലെന്തിലോട്ട് പോകണം. ക്രോച്ച് ഏരിയന്ന് മുകളിൽ ഏരിയ ലെന്തിലോട്ട് പോകണം. കണ്ടോ? നമ്മുടെ ആ മണ്ണ് ഇറക്കത്തിൻ്റെ അവിടെ കൊണ്ടുവന്നു. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ എലാസ്റ്റിക് ഇടാൻ മറക്കി വെച്ചേക്കുന്ന 2 ഇഞ്ചിന് അവിടെ വെച്ച് കട്ട് ചെയ്ത്. ഇപ്പോൾ കണ്ടോ? മനസ്സിലായല്ലോ? അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും ചെയ്ത് നോക്കുക. കണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കണം. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ക്ലാസ്സാണ്. ഓൺലൈനിലൂടെ ഞാൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ആ കുട്ടികൾക്കൂടെ മനസ്സിലാക്കുന്ന രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചാനലിലിടാണ് ഈ ക്ലാസ് എടുത്തേക്കുന്നത്. ചാനലിലാണ്. പിന്നെ എൻ്റെ ക്ലാസ്സിൽ കുറേ പിള്ളേർ വന്നിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് പഠിക്കാനായിട്ട് 500 രൂപ ഫീസേ ഉള്ളൂ. ഒറ്റ ടൈം അടിച്ചാൽ മതി. 6 മാസത്തെ കോഴ്സാണ്. ചുരിദാർ, ബ്ലൗസ്, നൈറ്റി, ഫ്രോക്ക്, ഗൗണ്, ലേഡീസിൻ്റെ എല്ലാ കുട്ടികളുടെ ഉടുപ്പും ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസും നിങ്ങൾ എന്താവശ്യപ്പെടുന്നു അതനുസരിച്ച് ക്ലാസ് എടുക്കും. 6 മാസത്തെയാണ്. പഠിച്ച് തീരുന്നവരെ ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ. 500 രൂപ ഫീസ് അടച്ച് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ചേരുക. ഇതേപോലെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിലും സമയമെടുത്ത് നല്ല രീതിയിലുള്ള ക്ലാസ്സാണ് കോച്ചിങ്ങിൽ ഓൺലൈനിലൂടെ കൊടുക്കുന്നത്. കാരണം അതിനകത്ത് നമുക്ക് പഠിപ്പിക്കുകയല്ലേ, സമയമുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് അവർക്ക് മനസ്സിലാക്കണമല്ലോ. ആ രീതിയിലുള്ള ക്ലാസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. ക്ലാസ് വരിക. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കട്ടിങ് വീഡിയോ കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ ലെന്ത് കൂടും. അപ്പോൾ ഞാൻ കട്ടിങ് വീഡിയോ കാണിച്ചോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം. പറഞ്ഞ് തെറ്റി. സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കാം. ഇതിപ്പം കട്ടിങ് 2 കൂടെ ആയപ്പോഴേ ലെന്ത് കൂടും. അപ്പം ഈ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ അടുത്ത ക്ലാസ്സിലിടാം. ഓക്കെ. തുണി കട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ മടക്കി വെക്കണം. പിന്നെ അതിൻ്റെ കറക്റ്റ് നൂലെടുത്ത് അപ്പം നമ്മൾ അതിന് ചേരുന്ന നൂലെടുത്തിട്ട് തയ്ച്ചെടുക്കണം. അപ്പോൾ ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. 500 രൂപ ഫീസ്. എല്ലാം മനസ്സിലായല്ലോ? ഓക്കെ. കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ കട്ടിങ്ങിൽ എന്തെങ്കിലും അറിവ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ഓക്കെ. എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ.